ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത് ഓർക്കുന്നുണ്ടാവും. ബോണി തോമസിന്റെ കൊച്ചിക്കാർ എന്ന പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ? അതെ. കൊച്ചിയുടെ ആ ഒരു ഭയങ്കരമായ സാംസ്കാരിക വൈവിധ്യം. അതെ. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ആ ചെറിയൊരു ഏരിയയിൽ ഏതാണ്ട് 4.5 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ 30-ലേറെ സമൂഹങ്ങൾ. അതെ, നൂറ്റാണ്ടുകളായി ഒരുമിച്ച് ജീവിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു ആമുഖം പറഞ്ഞു. ആ പുസ്തകം തുറക്കുന്ന ആ വലിയ ലോകം. അപ്പോ ഇന്ന് നമ്മൾ ആ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിത് ഒരു ഫുൾ സ്പോയിലർ റിവ്യൂ സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പുസ്തകം വായിക്കാനിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയും. ഓക്കെ. 1-ാം അധ്യായത്തിന്റെ പേര് തന്നെ ശ്രദ്ധേയമാണല്ലേ? അറബി DNA യമൻകാർ. ആ പേരിൽ തന്നെ ഉണ്ട് കാര്യം. ആ 13 വർഷത്തെ ഗവേഷണം, അതിന്റെ ഒരു തുടക്കം നമുക്കിവിടെ കാണാം. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അപ്പോ ചാപ്റ്റർ തുടങ്ങുന്നത് തഖ്യാവ് എന്നൊരു സ്ഥലപ്പേരിൽ നിന്നാണ്. മട്ടാഞ്ചേരിയിലാണ് ഈ സ്ഥലം. നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിലോ പോയിട്ടുള്ളവരാണെങ്കിലോ ഈ പേര് കേൾക്കുമ്പോൾ ഇതൊരു തനി മലയാളം പേരാണെന്ന് തോന്നിയിട്ടുണ്ടാവാം, ഇല്ലേ? ശരിയാണ്, ഒരു പ്രത്യേകതയുണ്ട്. തഖ്യാവ് എന്ന വാക്കിന് അതിന്റെ വേരുകൾ പേർഷ്യനിലും അറബിയിലുമൊക്കെയാണ്. അർത്ഥം വരുന്നത് ഒരു റെസ്റ്റിംഗ് പ്ലേസ്, ഒരു ആശ്രമം എന്നൊക്കെയാണ്. ഒരു സൂഫി പണ്ഡിതനോ മറ്റോ? അതെ, ഒരു ആത്മീയ നേതാവോ ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അതിനെയാണ് സാധാരണ തഖ്യാവെന്ന് പറയാറ്. ഓക്കെ. പുസ്തകത്തിലൊരു കാര്യം പറയുന്നുണ്ട്. ഒരു കാലത്ത് കൊച്ചിയിലെ യമൻ എന്നറിയപ്പെട്ട സ്ഥലമായിരുന്നു ഈ തഖ്യാവ്. ഓഹോ, അത്രയ്ക്ക് യമനി സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതെ, ശരിയാണ്. അവിടെ നിന്നാണ് പുസ്തകം നേരെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു തങ്ങൾ കുടുംബത്തിന്റെ കഥയിലേക്ക് പോകുന്നത്. ആ കുടുംബത്തിലെ കാരണവരായ ഹാഷിം കൊച്ചുകോയ തങ്ങളെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഒരു വിശ്വാസം, പാരമ്പര്യമനുസരിച്ച് അവർ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ താവഴിയിൽപ്പെട്ടവരാണ്. യമനിലെ ഹദർമൌത്തിൽ നിന്ന് വന്നവരാണ്. ഇത് വെറുമൊരു ക്ലെയിം എന്നതിനേക്കാൾ കൊച്ചിയിൽ എത്രയോ ആഴത്തിലുള്ള അറബ് വേരുകളുണ്ട് എന്നതിന്റെ ജീവിക്കുന്ന ഒരു തെളിവായിട്ടാണ്. അതെ, ഒരു ലിവിംഗ് ഹിസ്റ്ററി പോലെ. അതെ, പുസ്തകം അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ഇത് ചരിത്രരേഖകളിൽ മാത്രമല്ല, ഇന്നും ഒരു ആക്റ്റീവ് റിയാലിറ്റി ആയിട്ട് അവിടെയുണ്ട്. ഈ ഹാഷിം തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടുത്തെ ആ തഖ്യാവ് വലിയ പള്ളിയും ദർഗയും ഒക്കെ വരുന്നുണ്ട്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബൂബക്കർ ഐദ്രോസി, അദ്ദേഹത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. പക്ഷേ നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്നത്, അതാണ് രസം, ബമ്പ് തങ്ങളെന്ന ഒരു സ്നേഹപ്പേരാണ്. ബമ്പ് അതെങ്ങനെ വന്നു? അതിന് പിന്നിലൊരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ഐദ്രോസിക്ക് 4 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയ ആളാണ് ഈ അബൂബക്കർ. കുട്ടിക്കാലത്ത് നല്ല വികൃതിയുള്ള ഓമനത്വമുള്ള കുട്ടിയായിരുന്നത്രേ. അപ്പോൾ പിതാവ് വാത്സല്യത്തോടെങ്ങനെ ബം ബം എന്ന് വിളിക്കുമായിരുന്നു. അത് പിന്നെ ചുരുങ്ങി ബമ്പ് എന്നാണ് പറയുന്നത്. ഓഹോ, ഒരു ഓമനപ്പേര് പിന്നീട് അത്രയും വലിയൊരു പുണ്യാളന്റെ അടയാളമായി മാറി. അതെ, കൗതുകം തന്നെ. ഇന്ന് കേരളത്തിലെ പലയിടത്തു നിന്നും ആളുകൾ അവിടെ വരാറുണ്ടല്ലേ? ധാരാളം. കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ, നേർച്ച നേരാനൊക്കെ. ഈ ബം തങ്ങൾക്ക് പല അത്ഭുത പ്രവർത്തികൾ, അതായത് കരാമത്തുകൾ ഉണ്ടായിരുന്നു എന്നും വിശ്വാസമുണ്ട്. കരാമത്ത് അത് സൂഫിസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതെ, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക കഴിവുകൾ ഇഷ്ടദാസന്മാർക്ക് കിട്ടുന്നത്. ഈ ബംബ് തങ്ങളുടെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ഐദ്രോസി, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ ഫാമിലി കൊച്ചിയിലേക്ക് എങ്ങനെ വന്നു എന്നതിന്റെ ഒരു ചിത്രം കിട്ടുന്നത്. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു, ആത്മീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ വരവിനെക്കുറിച്ച് പല കഥകളുണ്ടല്ലേ? ഉണ്ട്. ഒന്ന്, അന്നത്തെ കൊച്ചി രാജാവ് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാണെന്ന് പറയുന്നു. ഓക്കേ. പക്ഷെ ആ യാത്ര അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. യമനിലെ ഹദർമൌത്ത് നിന്ന് നേരെ കൊച്ചിക്കല്ല വന്നത്. ഓഹോ. ആദ്യം കപ്പൽ കയറി ഗുജറാത്തിലെ സൂറത്തിൽ വന്നു. സൂറത്ത് അന്ന് വലിയൊരു ട്രേഡ് സെന്റർ ആയിരുന്നു. അതെ, അവിടെ നിന്ന് പിന്നെ മലബാറിലെ പൊന്നാനിക്ക് വന്നു. പൊന്നാനിയും ഒരു പഠനകേന്ദ്രമായിരുന്നു അല്ലേ, ഇസ്ലാമിക പഠനത്തിന്? കൃത്യം. അവിടെ നിന്നാണ് അവസാനം കൊച്ചിയിലെത്തുന്നത്. അപ്പൊ ഈ യാത്രയുടെ വിവരണം തന്നെ അന്നത്തെ ആ കടൽ വഴികൾ, കച്ചവട ബന്ധങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ തരുന്നുണ്ട്. ശരിയാണ്. അദ്ദേഹത്തിന് ഈ കപ്പലോട്ടത്തിലും കടൽ യാത്രയിലുമൊക്കെ നല്ല അറിവുണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. യമൻകാരും ഹദ്രമികളും പണ്ടേ നല്ല നാവികരും കച്ചവടക്കാരുമായിരുന്നു. അദ്ദേഹം കൊച്ചിയിൽ താമസമാക്കുന്നത് ഡച്ച് കാലത്താണ്. 1751 മരിക്കുന്നത്. ഡച്ചുകാർക്ക് കച്ചവടമായിരുന്നല്ലോ പ്രധാനം, പോർച്ചുഗീസുകാരെ പോലെയല്ല. അതെ, അതുകൊണ്ട് പല നാടുകളിൽ നിന്നുള്ളവർക്ക് വരാൻ എളുപ്പമായിരുന്നു.
അദ്ദേഹം താമസിക്കാൻ തിരഞ്ഞെടുത്തത് മട്ടാഞ്ചേരിയിലെ കച്ചവട കേന്ദ്രത്തിനടുത്തുള്ള അന്ന് കൂടുതലും മീൻപിടുത്തക്കാരുണ്ടായിരുന്ന തക്യാവ് എന്ന സ്ഥലത്താണ്. ഒരുപക്ഷെ ആ ഒരു ശാന്തത കൊണ്ടാവാം. ആയിരിക്കാം. ഇനി ബമ്പ് തങ്ങളുടെ ആ കറാമത്തിലേക്ക് തിരിച്ചു വന്നാൽ പുസ്തകത്തിൽ പറയുന്നൊരു സംഭവം തിരുവനന്തപുരത്തെ ശംഖുമുഖം എന്ന പേരിനു പിന്നിലെ കഥയാണ്. ആ, അത് കേട്ടിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ബമ്പ് തങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ഇദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കേ, ഒരു പരീക്ഷണം. അതെ, ഒരു വെല്ലുവിളി പോലെ. അങ്ങ് സിദ്ധനാണെങ്കിൽ ഒരു അത്ഭുതം കാണിക്കാമോന്ന് ചോദിച്ചു. ബമ്പ് സമ്മതിച്ചു. എന്നിട്ട് രാജാവ് കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ ശംഖ് എടുത്ത് കടലിലേക്ക് ഒറ്റയേറ്. എന്നിട്ട് പറഞ്ഞു, ഇത് തിരിച്ചെത്തിക്കണം. ഓഹോ, കടലിൽ പോയ ശംഖ് എങ്ങനെ വരാനാ? അതാണ്. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കെ ബമ്പ് തങ്ങൾ കടലിനു നേരെ കൈനീട്ടി. ശംഖ് തിരമാലകളിലൂടെ ഒഴുകി കയ്യിലെത്തിയെന്ന്. കൊള്ളാം. ആ സ്ഥലം പിന്നീട് ശംഖുമുഖമായി എന്നാണ് ഐതിഹ്യം. ശരിയാണ്. ഇതുപോലെയുള്ള കഥകൾ തലമുറകളായി കൈമാറി വരുമ്പോഴാണ് ഈ വ്യക്തികൾക്ക് ഒരു ഡിവൈൻ പരിവേഷം കിട്ടുന്നത്. അത് ആ ദർഗയുടെയും കുടുംബത്തിന്റെയും പ്രശസ്തി നിലനിർത്താനും സഹായിക്കുന്നു. പക്ഷെ പുസ്തകം ഈ കഥകൾ പറയുക മാത്രമല്ല ചെയ്യുന്നത്. അല്ല, അതിനൊരു ചരിത്രപരമായ അടിത്തറയും നൽകുന്നുണ്ട്. അതാണ് പ്രധാനം. എന്തുകൊണ്ട് യമൻകാർ കൊച്ചിയിലെത്തി? അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? അത് പുസ്തകം പറയുന്നുണ്ട്. 1341-ൽ പെരിയാറിൽ ഭയങ്കരമായൊരു വെള്ളപ്പൊക്കമുണ്ടായി. ആ, ഗ്രേറ്റ് ഫ്ലഡ്. അതെ, അത് അന്നത്തെ പ്രധാന തുറമുഖമായിരുന്ന മുസിരിസ്, അതായത് കൊടുങ്ങല്ലൂരിനെ ഏതാണ്ട് നശിപ്പിച്ചു കളഞ്ഞു. തുറമുഖം ഉപയോഗിക്കാൻ പറ്റാതായി. അതെ, ഈയൊരു ദുരന്തമാണ് ശരിക്കും കൊച്ചിയുടെ തലവര മാറ്റിയത് എന്ന് പറയാം. എങ്ങനെ? മുസിരിസ് നശിച്ചതോടെ കപ്പലുകൾ കടുക്കാൻ പറ്റിയൊരു സ്വാഭാവിക തുറമുഖമെന്ന നിലയിൽ കൊച്ചിയിലേക്ക് ശ്രദ്ധ മാറി. കപ്പലുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ കൊച്ചിയൊരു പ്രധാന പോർട്ടായി വളർന്നു. അതെ, ഒരു ഇന്റർനാഷണൽ ഹബ്ബായി മാറി. പിന്നെ യമന്റെ ഭാഗമായ ഹദർമൌത്തിൽ നിന്നുമുള്ളവരെ ഇങ്ങോട്ട് ആകർഷിച്ചത് ഹദറികൾ. ഹദറികൾ. അവർ അക്കാലത്ത് സുഗന്ധവ്യഞ്ജന കച്ചവടത്തിലൊക്കെ പ്രധാനികളായിരുന്നു. ഹദർമൌത്തിലെ സഫാർ പോലെയുള്ള തുറമുഖങ്ങൾ കേരളത്തിൽ നിന്നുള്ള കുരുമുളകും ഏലവുമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വിറ്റിരുന്ന പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. പിന്നെ യമന്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, അറേബ്യൻ പെനിൻസുലയുടെ തെക്കേ അറ്റം, റെഡ് സീ, ഗൾഫ് ഓഫ് ഏഡൻ, ഇതെല്ലാം അവരുടെ സമുദ്ര വ്യാപാരത്തിന് എപ്പോഴും സഹായകമായിരുന്നു. ശരിയാണ്. അപ്പോ ഈയൊരു നീണ്ട കാലത്തെ നൂറ്റാണ്ടുകളുടെ വ്യാപാര ബന്ധങ്ങളാണ് ഈ തങ്ങൾമാരെ പോലെയുള്ള കുടുംബങ്ങളെയും പണ്ഡിതന്മാരെയും കൊച്ചിയിലെത്തിച്ചതും അവരിവിടെ വേരുറപ്പിച്ചതും. കൊച്ചിയുടെ വളർച്ചയും ഈ സാംസ്കാരിക മിശ്രണവും എല്ലാം ഈ കടൽ കടന്നുവന്ന ബന്ധങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. തീർച്ചയായും. ഇനി തക്യാവ് പോലെ ഈ യമൻ പാരമ്പര്യം പറയുന്ന മറ്റൊരു സ്ഥലമാണ് കൊച്ചിങ്ങാടിയിലെ മഖ്ദൂം ദർഗ. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഷെയ്ഖ് ഇബ്നു സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും മകൾ സൈനബയുടെയും ഖബറുകളാണുള്ളത്. ഈ മഖ്ദൂം കുടുംബവും യമനിൽ നിന്ന് വന്നവരാണെന്നാണ് ചരിത്രം. ആദ്യം പൊന്നാനിയില്, പിന്നെ കൊച്ചിയിലും. അതെ. കേരളത്തിന്റെ ചരിത്രത്തില്, പ്രത്യേകിച്ച് ഇസ്ലാമിക പണ്ഡിത ലോകത്ത് മഖ്ദൂം കുടുംബത്തിന് വലിയ സ്ഥാനമുണ്ട്. പൊന്നാനിയിലെ വലിയ പള്ളിയൊക്കെയായി ബന്ധപ്പെട്ട്. അതെ, പൊന്നാനി കേന്ദ്രീകരിച്ച് അവർ നടത്തിയ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ, അത് കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രഗ്രന്ഥമായിട്ടല്ലേ കണക്കാക്കുന്നത്? ഒരുപാട് പേർ അങ്ങനെയാണ് കണക്കാക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ അറബിയിൽ എഴുതിയതാണ്. ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസ് അതിക്രമങ്ങൾക്കെതിരെ പോരാടാനുള്ള ഒരു ആഹ്വാനം കൂടിയായിരുന്നു ആ പുസ്തകം. പോരാളികൾക്കുള്ള സമ്മാനം എന്നാണതിന്റെ ഏകദേശാർത്ഥം വരുന്നത്, അല്ലേ? അതെ. അതുപോലെ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ മഖ്ദൂം ഒന്നാമൻ എഴുതിയ തഹ്രീൽ എന്ന കാവ്യവും, അതും പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ പാണ്ഡിത്യം മാത്രമല്ല, ഒരു പോരാട്ടവീര്യവും ആ കുടുംബത്തിനുണ്ടായിരുന്നു. തീർച്ചയായും. മഖ്ദൂം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സേവിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ വിശുദ്ധ വേലക്കാരൻ എന്നൊക്കെയാണ്. ഈ ദർഗയ്ക്കും സൂഫീസവുമായി ബന്ധമുണ്ട്. ഷെയ്ഖ് ഇബ്നു സൈനുദ്ദീൻ മഖ്ദൂം ഒരു സൂഫി കൂടിയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒരു വഴി. അതെ. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു കാര്യം അദ്ദേഹത്തിന്റെ മകൾ സൈനബയുടെ ഖബറിടമാണ്. പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിതാവിന്റെ ഖബറിനരികിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് സൈനബ മരിച്ചത്. അതുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ അവരുടെ വിഷമങ്ങളൊക്കെ പറയാനും പ്രാർത്ഥിക്കാനും സൈനബയുടെ ഖബറിങ്കിൽ വരാറുണ്ടെന്നും പറയുന്നു.
ഈ അധ്യായത്തിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട സ്ഥലം ഫോർട്ട് കൊച്ചിയിലെ കൽവത്തി പള്ളിയാണ്. കൈവത്തി ജുമാ മസ്ജിദ് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതുന്നു. കേരളത്തിലെ തന്നെ വളരെ പഴയ പള്ളികളിലൊന്ന്. അതെ. അന്ന് കൊച്ചി പോർട്ട് സജീവമായപ്പോൾ അറേബ്യൻ നാടുകളിൽ നിന്നൊക്കെ കപ്പലിൽ വന്ന കച്ചവടക്കാരും നാവികരുമൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നുവെന്നും പള്ളിയുടെ പണിയിൽ തന്നെ അറബികൾക്ക് പങ്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതും കൊച്ചിയുടെ അറബ് ബന്ധം ഉറപ്പിക്കുന്നു. അതെ. അപ്പോ ചുരുക്കത്തിൽ ഈ അധ്യായം നമ്മളോട് പറയുന്നത് എന്താണ്? കൊച്ചിയുടെ ആ ഒരു ബേസിക് ഐഡന്റിറ്റിയിൽ DNA-യിൽ തന്നെ ഈ അറബ്, പ്രത്യേകിച്ച് യമൻ ഘടകങ്ങൾ എത്ര ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ശരിയാണ്. ഇത് വെറും പഴയ ചരിത്ര കഥകളല്ല. പറ്റാത്ത എന്നാൽ അനുഭവിച്ചറിയുന്ന സാംസ്കാരിക പൈതൃകം. അതിന്റെ നല്ല ഉദാഹരണങ്ങളാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. പല സംസ്കാരങ്ങളെയും സ്വീകരിച്ച കൊച്ചിയുടെ ആ വലിയ ക്യാൻവാസില് യമൻ കൊടുത്ത നിറങ്ങൾ മായാതെ നിൽക്കുന്നു. കൃത്യമായി. ശരിയാണ്. ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ കൊച്ചിക്കാർ എന്ന പുസ്തകത്തിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഓരോ സമൂഹത്തെയും എത്ര സൂക്ഷ്മമായിട്ടാണ് അവരിലെ സാധാരണ മനുഷ്യരിലൂടെയാണ് കഥ പറയുന്നത്. അതെ. അതൊരു ഡ്രൈ ഹിസ്റ്ററി അല്ല. അല്ല, ജീവനുള്ള ചരിത്രമാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥ. നമ്മൾ ഇന്നീ കാണുന്ന കൊച്ചി, തിരക്ക് പിടിച്ച കൊച്ചി, ചിലപ്പോൾ ഗ്ലോബലൈസേഷൻ കാരണം ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുന്ന കൊച്ചി, ഇവിടെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് യമനിൽ നിന്ന് തുടങ്ങിയ ഈ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? സാധ്യത കുറവാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾ ദിവസവും നടക്കുന്ന വഴികളിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഇതുപോലെ എത്ര ചരിത്രങ്ങൾ, എത്ര കഥകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടാവാം. തീർച്ചയായും. ഇത് നമ്മളെ ആ വലിയ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മൈഗ്രേഷൻ, കൾച്ചറൽ ഐഡന്റിറ്റി, ഹെറിറ്റേജ് പ്രിസർവേഷൻ. അതെ. കടൽ കടന്നു വന്നൊരു സമൂഹം എങ്ങനെയാണ് തലമുറകളിലൂടെ അവരുടെ ആ തനിമ, ഭാഷ, ഭക്ഷണം, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, എന്തിന് ഈ ശംഖുമുഖത്തിന്റെ കഥ പോലുള്ള ഐതിഹ്യങ്ങൾ വരെ എങ്ങനെ കാത്തുസൂക്ഷിക്കുന്നു? അതൊരു അത്ഭുതം തന്നെയാണ്. അതെ. ബോണി തോമസിന്റെ പുസ്തകം ശരിക്കും ചെയ്യുന്നത് ഈ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള, രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇല്ലാതായേക്കാവുന്ന ഈ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജിനെ അടയാളപ്പെടുത്തുക എന്നതാണ്. എങ്ങനെയാണിത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? വാമൊഴിയായി, കുടുംബ ബന്ധങ്ങളിലൂടെ, സാമൂഹിക കൂടിച്ചേരലുകളിലൂടെ. അതിനൊക്കെ വലിയ പങ്കുണ്ട്. അപ്പോ കൊച്ചിയുടെ യമൻ ബന്ധങ്ങളെക്കുറിച്ചുള്ള അറബി DNA, യമൻകാർ എന്ന ഈ 1-ാം അധ്യായത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള നോട്ടം ഇവിടെ നിർത്താം. ഓക്കെ. നമ്മൾ സാധാരണ കൊച്ചിയുടെ ചരിത്രം പറയുമ്പോൾ യൂറോപ്യൻ ശക്തികളിൽ ഒതുങ്ങാറുണ്ട്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്. അതാണ് പൊതുവെ ഫോക്കസ് വരാറ്. പക്ഷേ അതിനും എത്രയോ മുൻപ് പശ്ചിമേഷ്യയുമായി, പ്രത്യേകിച്ച് യമനുമായി കൊച്ചിക്ക് വളരെ ശക്തമായ ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ഈ അധ്യായം അടിവരയിടുന്നു. പ്രീ കൊളോണിയൽ ചരിത്രത്തിലേക്ക് ഒരു വെളിച്ചം വീശുന്നു. അതെ. ഒരു അവസാനത്തെ ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവെക്കട്ടെ, ഒരുപക്ഷെ നിങ്ങൾക്കും ആലോചിക്കാൻ. പറയൂ. ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത്, കച്ചവട രീതികളൊക്കെ ആകെ മാറിയ ഈ സമയത്ത്, കൊച്ചിയിലെ ഈ തനതായ ചരിത്രപരമായ വേരുകളുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെ, ഈ വ്യത്യസ്ത സമൂഹങ്ങളുടെ ഐഡന്റിറ്റികളെ ഈ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷേ പുതിയ അവസരങ്ങൾ തുറന്ന് ഇതിനെ ശക്തിപ്പെടുത്തുന്നുണ്ടാവോ? അതോ ഈ ഗ്ലോബൽ കൾച്ചറിന്റെ ഒഴുക്കിൽ ഇതെല്ലാം പതിയെ മാഞ്ഞു പോവുകയാണോ? ഉത്തരം എളുപ്പമല്ല, പക്ഷേ ചിന്തിക്കേണ്ട കാര്യമാണ്. അതെ, തീർച്ചയായും. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഓക്കെ. അടുത്ത തവണ നമ്മൾ കൊച്ചിക്കാർ പുസ്തകത്തിലെ 2-ാം അധ്യായവുമായി വരാം. കൊച്ചിയിലെത്തിയ മറ്റൊരു സമൂഹം, ഒരുപക്ഷേ തികച്ചും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തിയൊരു കൂട്ടർ. അവരുടെ കഥകളും രസകരമായിരിക്കും. അതെ. അതെങ്ങനെയാണ് കൊച്ചിയുടെ ഈ വലിയ മൊസൈക്കിൽ ഫിറ്റാവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോ അടുത്ത തവണ കാണാം. നന്ദി. ബൈ. നന്ദി.